എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷനിലാണ് പോകുന്നത്. അവിടുത്തെ ആദിയോഗി സ്റ്റാച്യുവും 7 മണിക്കുള്ള ലേസർ ഷോയും കാണാം. ആദിയോഗി സ്റ്റാച്യുവും ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ കുതിരാൻ ടണൽ എത്തി. ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. എപ്പോഴാണ് എത്തുക എന്ന് നമുക്ക് നോക്കാം. ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം. പാലക്കാടൻ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാം കണ്ടു പോകാം. കണ്ടോ, റോഡിൻ്റെ ഇരുവശവും പുളിമരങ്ങളും ആർച്ച് പോലെ നിൽക്കുന്നത് കണ്ടോ. ഇനിയിപ്പോൾ അധികം ദൂരമില്ലെന്ന് തോന്നുന്നു. നമ്മൾ മെയിൻ പ്രവേശന കവാടം എത്തി. ഇതാണ് ഇഷ ഫൗണ്ടേഷൻ്റെ മെയിൻ കവാടം. കറക്റ്റ് 1 മണിക്ക് ഞങ്ങളിവിടെ എത്തി. ഇനി നമുക്ക് വെൽക്കം സെൻറ്ററിലേക്ക് പോകണം. അവിടെ നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ കയ്യിലൊരു ടാഗ് കെട്ടിത്തരും. ടാഗ് പോകാൻ നേരത്തെ കഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം. ഇവിടുത്തെ വെജിറ്റബിൾ ഫുഡായ സാമ്പാർ സാദം, ക്യാരറ്റ് റൈസ്, മഷ്റൂം ബിരിയാണി ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ചുറ്റും ഒന്ന് നടന്ന് കാണാം. ഇത് ശിവവാഹനമായ നന്ദി പ്രതിമയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് താമരക്കുളമുണ്ട്. വലിയൊരു കുളമാണ്. 2 സൈഡും കുളമുണ്ട്. ഫോട്ടോയും വീഡിയോയ്ക്കും പെർമിഷനില്ല. ഞാൻ ഇടയ്ക്കൊന്ന് എടുത്തതാണ്. ഒരു തീർത്ഥക്കുളം, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള തീർത്ഥക്കുളമാണ്. സൂര്യകുണ്ട് എന്നാണ് പറയുന്നത്. ചന്ദ്രകുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരു ഫ്രീ യോഗ ക്ലാസ്, ഇതൊക്കെ ധ്യാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മൊത്തം ഒരു നിശബ്ദമായ അന്തരീക്ഷമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക. മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് കിട്ടും. ഇവിടെ പലയിടത്തുമായിട്ട് ധ്യാനത്തിലിരിക്കുന്നവരെ കാണാം. ഓരോ സ്ഥലത്തേക്കും നല്ല ദൂരമുണ്ട്. ഫുഡ് കഴിക്കുന്നിടത്തേക്കും മെയിൻ ഗേറ്റിലേക്കും 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ്. ഇനി നമുക്ക് ഇതുവഴി റൂമിലേക്ക് പോകാം. നമുക്കിവിടെ ശിവപാദം 4ലാണ് റൂം കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല റൂമാണ്. 3 ബെഡ്റൂം, 1300 രൂപ. ഇഷ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ലേസർ ഷോ കാണാനായിട്ട് പോകാം. ഇവിടെയാണ് ലേസർ ഷോ കാണാൻ പറ്റുന്നവരുടെ ബസ്സും കാറും എല്ലാം പാർക്ക് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ്. ഇവിടെ നിന്ന് അടുത്താണെന്ന് തോന്നുമെങ്കിലും കുറച്ച് ദൂരമുണ്ട്. ലേസർ ഷോ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും അനുവാദമുണ്ട്. അങ്ങോട്ട് നടന്നു പോകാം. നടക്കാനുള്ള ദൂരമുണ്ട്. ഇവിടെ മാത്രമേ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അനുവാദമുള്ളൂ. 7 മണിയാവുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ലേസർ ഷോ തുടങ്ങും. ആദിയോഗി പ്രതിമയുടെ തൊട്ടടുത്തെത്തി. കണ്ടോ, കാളവണ്ടി പോകുന്നുണ്ട്. ഇതിവിടെ ഒരു 150 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ചുണ്ടാക്കിയതാണ്. നല്ല ദൂരമുണ്ട്. നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ കാളവണ്ടിയും ഇലക്ട്രിക് കാറുമുണ്ട്. ജാതിമത ഭേദമന്യേ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും. 112 അടി ഉയരവും 25 മീറ്റർ വീതിയും 34 മീറ്റർ ഉയരവും ഉള്ളതാണ് ഈ പ്രതിമ. 2017 ശിവരാത്രിയുടെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഉദ്ഘാടനം ചെയ്തതാണ് ഈ പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണിത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ളതാണ്. ആചാര്യഗുരു സദ്ഗുരുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണിത്. 150 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ച് പർവ്വതനിരകളുടെ നടുവിലാണ് ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 1,00,000-ൽ പരം ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ട് കോർത്തിണക്കിയ മാലയാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. 7 മണിയാകുമ്പോഴേക്കും
ധാരാളം ആളുകൾ വന്നു ചേരും. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കതിരിട്ട് നിൽക്കുന്ന ചോളപ്പാടങ്ങൾ കാണാം. ഏക്കർ കണക്കിന് ചോളപ്പാടം ഇവിടെയുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ആദിയോഗി പ്രതിമയുടെ ബാക്ക് സൈഡാണ്. നമുക്കിതിനകത്ത് എവിടെ പോകണമെങ്കിലും കാളവണ്ടി സൗകര്യമുണ്ട്. ഇലക്ട്രിക് കാറുമുണ്ട്. കാളവണ്ടി വലിക്കുന്ന കാളക്കുട്ടന്മാരാണ് ഇതെല്ലാം. ആൾക്കാരൊക്കെ വന്ന് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു യാഗശാലയുണ്ട്. പ്രയർ കഴിഞ്ഞതിന് ശേഷം ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. 7 മണിയാകുമ്പോൾ എല്ലാവരെയും ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഷോ തുടങ്ങും. ശനിയും ഞായറും നല്ല തിരക്കായിരിക്കും. ശിവരാത്രിയുടെ അന്ന് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ഈ ലേസർ ഷോയുടെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കാണേണ്ടത് തന്നെയാണ്. ഇത് വളരെ മനോഹരമായ ഈ കാഴ്ച നേരിട്ട് തന്നെ വന്ന് കാണേണ്ടതാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും വന്ന് കാണുന്ന ഒരു ഷോയാണിത്. പ്രയറൊക്കെ തുടങ്ങി. ഇനി നമുക്ക് ലേസർ ഷോ കാണാം. In the upper regions of Himalayas, no one knew who he was. When his ecstasy allowed him some movement, or able to fathom his ecstasy, witnessing an individual human when his stillness lasted for years on end, curious onlookers melted away. Or tear themselves away from him. He transmitted the profound science of yoga
in its full depth and dimension. Disciples access to the deepest innards of creation. The vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Devi Parvati, seeing Adiyogi reveling in ecstatic state, said, I want of this magnificent union. Anas, his constant companions, asked, what about us? Adiyogi said, just drink of me. Seven sages, the Sapta Rishis, took the sacred science of yoga in all civilization. ഷോ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലം വിക്ഷ ഹാൾ എന്നാണ് പറയുന്നത്, അവിടേക്ക് പോകാം. ഹെൽത്തി വെജിറ്റബിൾ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാവരും നിലത്ത് പായിട്ട് ചമ്മറം പടിഞ്ഞിരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. അവിടെ സാമ്പാർ സാദം, പയറ് വേവിച്ചത്, മില്ലറ്റ്സ് കഞ്ഞി, ഇതൊക്കെയായിരുന്നു. ഇതാണ് മെയിൻ ഗേറ്റ്. ഇനി നമുക്ക് ഇതുവഴി റൂമിലേക്ക് പോകാം. ശിവവാദം 4-ലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പോയി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീറ്റ് ബാക്കി സ്ഥലങ്ങൾ കൂടെ നമുക്ക് കാണാം. കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇന്ന് നമുക്ക് ചുറ്റും ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ധാരാളം മയിലുകളുണ്ട്. ഇതാ വരുന്നത് കണ്ടോ. ഒരു ചായ കുടിക്കാം. ഇവിടുത്തെ ഷോപ്പിലൊന്ന് കയറി നോക്കാം. സാരികളും തുണിത്തരങ്ങളും എല്ലാം കണ്ടു നോക്കാം. ഇനി വീണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉഷാ ഹാളിലേക്ക് പോകാം. അവിടെ കണ്ടോ, എല്ലാവരും നിലത്തിരുന്ന് പ്രാർത്ഥനയോടുകൂടി ആണ് ഫുഡ് കഴിക്കുന്നത്. സാമ്പാർ സാദം, ചാമ, കടല കുതിർത്തത്, ചെറുപയർ, കുക്കുംബർ, തണ്ണിമത്തൻ, ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി വീണ്ടും നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി നടക്കാം. ഇത് വേറൊരു കുളമാണ്. ധാരാളം കുളങ്ങളൊക്കെ കണ്ടു. ഈ ഗാർഡനിലേക്കൊന്ന് പോകാം. ഇവിടെ പലയിടത്തുമായിട്ട് ധ്യാനത്തിലിരിക്കുന്നവരെ കാണാം. എല്ലായിടവും വളരെ നിശബ്ദമാണ്. നമുക്ക് മനസ്സിന് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പാലക്കാടൻ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും പനകളും എല്ലാം കണ്ട് വീണ്ടും കുതിരാൻ ടണലെത്തി. കണ്ടോ, സ്വർണ്ണവർണ്ണ നിറമുള്ള നെൽപ്പാടങ്ങൾ. ഫുഡ് കഴിക്കേണ്ട സമയമായി. ചാലക്കുടി എത്തി. ചാലക്കുടി ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. പെരുമ്പാവൂരിൽ 4 മണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. തിരിച്ചിങ്ങോട്ടും 4 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ.
തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.